ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ ഭാഗമായ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10ാം ക്ലാസ് ഫിസിക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അടിപൊളിയായി തന്നെ പഠിക്കാൻ പോവാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇന്നേ വരെ എനിക്ക് ഇതിനകത്തുള്ള ഫോർമുലാസ് അറിയില്ല, കൺസെപ്റ്റുകൾ അറിയില്ല, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കുന്ന മക്കളാണോ നിങ്ങൾ പേടിക്കണ്ടടാ. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് തരം ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെ ഞാൻ ക്യാപ്പബിൾ ആക്കി മാറ്റിയിരിക്കും. അത് 100% ഉറപ്പാണ് മക്കളെ. എല്ലാവരും തയ്യാറല്ലേ? മുഴുവൻ മക്കളും തയ്യാറല്ലേ? തയ്യാറാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ തുടങ്ങുക കേട്ടോ. ഓക്കെ, സോ ആദ്യം നേരിട്ട് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നില്ല. കുറച്ച് ഫോർമുലാസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നവയായിരിക്കും, പലർക്കും അറിയാത്തവയായിരിക്കും. ഇനിയിപ്പോൾ എന്തിരുന്നാൽ പോലും നിങ്ങളത് മനസ്സിലാക്കുക. ആദ്യം ലെൻസസ് ഫോർമുല. എന്താ ലെൻസസ് ഫോർമുല എന്ന് പറഞ്ഞാൽ 1/f = 1/v - 1/u ആണ്. അവിടെ മിററിൽ പ്ലസ് ആയിരുന്നു, ഇവിടെ എന്താണ്? മൈനസ് ആണ്. ആ ഒരു മാറ്റം, ആ ഒരു വ്യത്യാസം നിങ്ങൾക്കറിയണം. ഇവിടെ 1/f = 1/v - 1/u ആണ്. മനസ്സിലാക്കേണ്ടതാണ്. റൈറ്റ്. അടുത്ത മാഗ്നിഫിക്കേഷൻ നമ്മൾ മിററിലെ മാഗ്നിഫിക്കേഷൻ പഠിച്ചാണ്. സിമിലർ വേ ഇവിടെയും അതേ മാഗ്നിഫിക്കേഷൻ തന്നെയാണ്, പക്ഷേ ഇക്വേഷനിൽ ചെറിയ മാറ്റമുണ്ട്. ശ്രദ്ധിക്കുക. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, അഥവാ hi/h0 ആണ്. അതിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. മലയാളത്തിൽ നോക്കടാ, പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരമാണ്. സിംപ്ലി മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അതെന്താണ്? v/u ആണ്. മാഗ്നിഫിക്കേഷൻ = v/u. ഈ ഇക്വേഷൻ പഠിക്കണം. അവിടെ എന്തായിരുന്നു മിററിന്റെ കേസ്? ഞാൻ പറഞ്ഞ് കമ്പയർ ചെയ്ത് തന്നെ പറഞ്ഞുതരാം. മിററിന്റെ കേസിൽ -v/u ആയിരുന്നു, ഇവിടെ എന്താണ്? +v/u ആണ്. ഇതുകൂടി മനസ്സിലാക്കുക. മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. ഇഫ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ് ദ ഇമേജ് ഈസ് റിയൽ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇറ്റ് ഈസ് വെർച്വൽ. റിയൽ ഇമേജസ് എല്ലാം എന്താണ്? ഇൻവേർട്ടഡ് ആണ്. വെർച്വൽ ഇമേജസ് എല്ലാം ഇറക്റ്റ് ആണ്. മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യം, മാഗ്നിഫിക്കേഷൻ മോഡുലസ് ഓഫ് മാഗ്നിഫിക്കേഷൻ >1 ആണെങ്കിൽ അവിടുത്തെ ഇമേജ് എന്തായിരിക്കും? ലാർജ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് <1 ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? സ്മോൾ ഇമേജ് ആയിരിക്കും. മോഡുലസ് ഓഫ് m = 1 ആണെങ്കിൽ എന്തായിരിക്കും? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. വസ്തുവിൻ്റെ അതേ വലുപ്പമായിരിക്കും ആർക്കും ഉണ്ടാവുക? നമ്മുടെ പ്രതിബിംബത്തിന് ഉണ്ടാവുക. കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ? അതായത് മിററിൽ പഠിച്ച മാഗ്നിഫിക്കേഷൻ്റെ അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആകെ ഒരു മാറ്റം, ഇവിടെ മൈനസ് സൈൻ ഇല്ല. m = v/u ആണ്, അവിടെ -v/u ആയിരുന്നു. ആ വ്യത്യാസം മാത്രം മനസ്സിലാക്കുക. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സെയിം ആണ്. സെറ്റല്ലേ? ക്ലിഞ്ചറായി മനസ്സിലായോ? സോ ലെൻസസ് ഫോർമുല മനസ്സിലായി, മാഗ്നിഫിക്കേഷൻ മനസ്സിലായി. അടുത്ത ഒരേ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് പവറിൻ്റെ ഇക്വേഷൻ ആണ്. ശ്രദ്ധിക്കുക. പവർ = മക്കളെ പഠിക്കുക. പവർ = 1 ഫോക്കൽ ലെങ്ത് ആണ്. P = 1/f ആണ്. ഇവിടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഫോക്കൽ ലെങ്ത് ഏതിലായിരിക്കണം? ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഇൻ മീറ്റർ, അല്ലാതെ സെൻറ്റിമീറ്ററിൽ ഫോക്കൽ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ലഭിക്കില്ല. പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ദൂരത്തിൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫോക്കൽ ലെങ്ത് മീറ്ററിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. ക്യാപിറ്റൽ D ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുക. ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ D. സെറ്റല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായോ? ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം. പഠിക്കുന്ന കാര്യമാണ്. അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = എന്താണ്? c/v. ഈ ഫോർമുല കൂടി പഠിച്ചു വെച്ചോ. c എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. എത്രയാണ്? 3 × 10⁸ m/s ആണ്. ഈ കാര്യം കൂടി മനസ്സിലാക്കിക്കോ. സോ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോർമുലാസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങളെ പരീക്ഷകളിൽ ചോദിക്കാറുള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കുവാണ്. ആദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ലെൻസസ് ഫോർമുല ഓറിയൻറ്റഡ് ആയിട്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിൻ്റെ ദൂരം, പ്രതിബിംബത്തിൻ്റെ ദൂരം, ഫോക്കൽ ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ലെൻസസ് ഫോർമുല ഓറിയൻറ്റഡ് ആയിട്ട് വരാം. അതല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. ആ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾ ചോദിക്കാം. അതുമല്ലെങ്കിൽ പവർ ഓറിയൻറ്റഡ് ആയ ചോദ്യം ചോദിക്കാം. അതുമല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓറിയൻറ്റഡ് ആയ n = c/v എന്ന് പറയുന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ന്യൂമറിക്കൽസിലോട്ട് കിടക്കാം. ഫോർമുലാസ് കോൺഫിഡൻറ്റ് ആയില്ലടാ മക്കളെ? വൃത്തിയായി മനസ്സിലായില്ലേ? ഒരു പേപ്പറിൽ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുക. ഈ രീതിയിൽ തന്നെ എഴുതി വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. Calculate the refractive index when light enters from glass
ഇൻടു ഗ്ലാസ് ഫ്രം എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് ലൈറ്റ് എൻ്റർ ചെയ്യുകയാണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് 2 × 10⁸. പ്രകാശം ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പതിക്കുന്നു. ഗ്ലാസ്സിലുള്ള പ്രകാശത്തിൻ്റെ വേഗത 2 × 10⁸ ആണ്. സോ എങ്കിൽ അപവർത്തനാങ്കം കണ്ടുപിടിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ നമ്മൾ പറഞ്ഞ കാര്യമല്ലടാ, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. നോക്കടാ, n = c/b. c എത്രയാണ്? 3 × 10⁸. പറഞ്ഞു തന്നവർ. ബി നമുക്ക് ചോദ്യത്തിൽ തന്നത് എത്രയാണ്? 2 × 10⁸ ആണ്. സിംപ്ലിഫൈ ചെയ്യാം. 10⁻⁻⁻, 3 × 2 ക്യാൻസൽ എത്രയാണ്? 1.5. സോ ഇറ്റ് ഈസ് 1.5. സെറ്റ്. ആൻസർ എത്രയാണ് കിട്ടിയത്? ആൻസർ 1.5 ആണ് കിട്ടിയത്. വൃത്തിയായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ. ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം നിസ്സാരമായ ചോദ്യമാണ്, ശ്രദ്ധിക്കണം. വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 cm ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm ഫ്രം ദ ലെൻസ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 cm ആണ്. അതുപോലെ തന്നെ നോക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ അകലെയാണ്? 30 cm അകലെയാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. 60 cm അകലെ റിയൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. റെഡി? നോക്കാം, ഒന്നുകൂടി നോക്കാം. ഒരു ലെൻസിൽ നിന്ന് 30 cm അകലെയായി 3 cm ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ 60 cm അകലെയായി രൂപപ്പെട്ട യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ വളരെ ലളിതമായിട്ട് ആദ്യം ഒരു കാര്യം പറയാം. ഉണ്ടായിരിക്കുന്ന റിയൽ ഇമേജ് ആണ്, യഥാർത്ഥമായ പ്രതിബിംബമാണ്. സോ ഏത് ലെൻസ് ആയിരിക്കും? ഏത് ലെൻസിലാണ് റിയൽ ഇമേജ് ഫോം ചെയ്യുക? ഒരു തർക്കവുമില്ല, അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. അത് ഇനിഷ്യലി തന്നെ മനസ്സിലാക്കുക. ഒരു ചോദ്യം വായിച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ആദ്യം നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം, എന്നിട്ട് മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ സൈൻ കൺവെൻഷനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വരും. അതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് ഈ പറയുന്ന ഇതിനകത്ത് തന്നിരിക്കുന്ന ഓരോ കീവേഡ്സിൽ നിന്നുമാണ് ഉറപ്പിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ്. ദർ ഈസ് നോ ഡൗട്ട് റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? സോ HO = നോക്കണം 3 cm. പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഇടതുവശത്തുമാണ്. സോ -30 cm. എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 cm. റിയൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? 60 cm അകലെയാണ്. സോ V = എത്രയാണ്? 60 cm. അവിടെ നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. റിയൽ ഇമേജ് വലതുവശമാണ് ഫോം ചെയ്യുക. നെഗറ്റീവ് സൈനിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്ത ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. HI ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ് മക്കളെ, വേറെ ഒന്നും വേണ്ട. അതായത് ഇവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനത്തിൻ്റെ ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിസ്സാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം M = എന്താണ്? മൈനസ് ഇല്ല, V/U = HI/H0 ആണ്. സിംപ്ലി. സോ വളരെ സിമ്പിളായിട്ട് എഴുതാം. V/U = എന്ത് എഴുതാം? HI/H0 എന്ന് എഴുതാം. സോ HI = എന്ത് എഴുതാം? V/U × H0 എന്ന് എഴുതാം. V എത്രയാടാ? 60 ആണ്. സോ 60 U എത്രയാടാ? U എന്ന് പറഞ്ഞു വെച്ചാൽ -30 ആണ്. സോ -30. H0 എത്രയാണ്? H0 എന്ന് പറഞ്ഞാൽ 3 ആണ്. സെറ്റല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായി. അവിടെ ക്യാൻസൽ ചെയ്യട്ടെ. 0 0 പോയി, 3 3 പോയി. സോ എത്ര വരും? യെസ്, HI = -6 cm. മൈനസ് വരാൻ കാരണം എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ്. തലകീഴായിട്ടുള്ള അതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ ആൻസർ ഈസ് -6 cm. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലായി, ഒരു തരി സംശയമില്ലാലോ? നിസ്സാരമായ കാര്യമല്ലേ? സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ പറയുന്ന ചോദ്യത്തിന് ആഴത്തിൽ വിശകലനം ചെയ്യണം, വൃത്തിയായി തന്നെ 2 തവണയൊക്കെ വായിക്കണം, അല്ലാതെ ഒന്നും നടപ്പില്ല. റൈറ്റ്, അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. ശ്രദ്ധിക്കണം. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 cm ഫ്രം എ കോൺവെക്സ് ലെൻസ്, എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്? ഫോക്കൽ ലെങ്ത് ആണോ? ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റൻ ആണ്, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. U = എത്രയാണ്? -15 cm. U എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇടതുവശത്താണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കാറ്. സോ -15 cm. അടുത്ത V തന്നിട്ടുണ്ട്. V എത്രയാണ്? V = പോസിറ്റീവ് ആയിരിക്കും വരിക, ബിക്കോസ് കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് വലതുവശത്താണ്. സോ 30 cm. വി ഹാവ് ടു ഫൈൻഡ് ഫോക്കൽ ലെങ്ത്. വേറെ ഒന്നുമില്ലാലോ, അത്രയൊക്കെ ചെയ്യാനുള്ളത് നിസ്സാരമാണ്. സോ മക്കളെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. 1/f = 1/v - 1/u ആണ്, ക്രോസ് ചെയ്യുവാണ്. സോ 1/f = u - v / UV, or F =
യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. നിങ്ങൾ ഈ ഫോർമുല മനപ്പാഠം പഠിച്ചാൽ ഓക്കെയാണ്, പക്ഷെ മനപ്പാഠം പഠിച്ചിട്ട് അവിടെ പോയി ഒരു കൺഫ്യൂഷൻ അടിച്ചാലും നിങ്ങൾക്കത് ഡിറൈവ് ചെയ്യാൻ സാധിക്കാത്ത വിധമായിരിക്കണം. സോ അതുകൊണ്ടാണ് ഡിറൈവ് ചെയ്ത് കാണിച്ചു തന്നത്. റൈറ്റ്. സോ എഫ് ഈക്വൽ നോക്കണം, യു എത്രയാണ്? -15. സോ -15 ഇൻറ്റു വി എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ യു എത്രയാണ്? -15 മൈനസ് 30 എന്ന് വരും. ക്ലിയർ അല്ലേ? 15 ഇൻറ്റു 3 എത്രയാണ്? 15 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 45. സോ -450 ഡിവൈഡഡ് ബൈ -45 എന്ന് വരും. ക്യാൻസൽ ചെയ്യട്ടെ. മൈനസ് പോയി 45 പോയി. സോ 10 എന്ന് വരും. റൈറ്റ്. സോ ഫോക്കൽ ലെങ്ത് ഈസ് 10 സെൻറ്റിമീറ്റർ. ഇത് ശരിയായിരിക്കും, കാരണം ഒരു സംശയവും വേണ്ടടാ. കാരണം ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കില്ലേ? സോ നമുക്കൊരു ഉത്തരം കിട്ടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്താൻ പറ്റും. കാരണം ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ വലതുഭാഗമാണ് ഇമേജ് ഫോം ചെയ്യുക. സോ അത് പോസിറ്റീവായ ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാവുക. കാരണം പാരലലി സമാന്തരമായിട്ട് മുഖ്യ അക്ഷത്തിന് പാരലായിട്ട് സമാന്തരമായിട്ട് റേസ് വരികയാണെങ്കിൽ വലതുവശത്തായിരിക്കും അത് ഇമേജ് ഫോം ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഫോക്കൽ ദൂരം ഒരു കോൺവെക്സ് ലെൻസിന് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 10 സെൻറ്റിമീറ്റർ കറക്റ്റ് ഉത്തരമാണ്. അങ്ങനെയൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം കേട്ടോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കണം, അടുത്ത ചോദ്യമാണ്. ആൻ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ ഒരു ഇമേജ് ലഭിച്ചു എന്നാണ് പറയുന്നത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ ഓപ്പോസിറ്റ് സൈഡ്. സോ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തുല്യമാണ്. മലയാളത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. വസ്തു വെച്ചിരിക്കുന്ന ദൂരവും പ്രതിബിംബം രൂപപ്പെട്ട ദൂരവും തുല്യമാണ് എന്നവർ വൃത്തിയായി തന്നെ പറയുന്നുണ്ട്. ഓക്കെ. റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ്. നമുക്കറിയാം എവിടെ വെക്കുമ്പോഴാണ്, ഒരു ലെൻസിൻ്റെ കേസിൽ എവിടെയാണ് S2F എന്ന് പറയാം, അല്ലെങ്കിൽ C എന്ന് പറയാം. അവിടെ വെക്കുമ്പോഴാണ് അതേ വലുപ്പത്തിൽ റിയൽ ഇമേജ് ഫോം ചെയ്യുക. എല്ലാവർക്കും അറിയാം അത് Cയിലോ 2Fലോ രണ്ടും സെയിം തന്നെയാണ്. അവിടെ വെക്കുമ്പോഴാണ് ഒരേ വലുപ്പത്തിലുള്ള റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയി ഇമേജ് ഫോം ചെയ്യുക. പഠിച്ച കാര്യമാണ്. റൈറ്റ്. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്തൊക്കെയാണ്? സെയിം, ശ്രദ്ധിക്കടാ, ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സെയിം സൈസ് ആയിരിക്കും, ഒരേ വലുപ്പമായിരിക്കും ഉണ്ടാവുക, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിയൽ ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്കറിയാം എവിടെ വെച്ചാലാണ് സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാതെ ഇതുപോലെ തന്നെ സെയിം വലുപ്പമുള്ള ഇമേജ് ഫോം ചെയ്യുക? Cയിലോ 2Fലോ വെച്ചാൽ മതി. സോ സിംപ്ലി 2F ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ ആണ്. സോ F ഈക്വൽ എത്ര വരും? 40/2 ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ. അത്രേ ഉള്ളൂ. പോസിറ്റീവ് തന്നെയാണ്, സംശയമില്ല. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലാക്കുക. അതിൻ്റെ ഇമേജ് ഫോർമേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇമേജ് ഫോർമേഷൻ എന്താ? Cയിലോ 2Fലോ വെക്കുമ്പോഴാണ് അതേ വലുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടുക? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയി ഇമേജ് കിട്ടുക. അത് 2Fലോ Cയിലോ തന്നെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. രണ്ടും സെയിം ആണ്. എല്ലാവർക്കും അറിയാം. C എന്ന് പറഞ്ഞാൽ 2Fന് ഈക്വൽ ആണ്. പഠിച്ച കാര്യമാണ്. റൈറ്റ്. യെസ്. സോ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലൂടെ നടക്കുന്നു. ഇഫ് ദ പവർ ഓഫ് ദ ലെൻസ് ഈസ് +1 ഡയോപ്റ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? പവർ +1 ഡയോപ്റ്റർ ആണ്. ഫോക്കൽ ലെങ്ത് എന്താണ് എന്നതാണ് ചോദ്യം. നമുക്കറിയുന്ന കാര്യമാണ്. പവർ ഈക്വൽ ടു 1/f ആണ്. സോ F ഈക്വൽ ടു 1/p എന്ന് എഴുതാം. സോ 1/1 അത്രയല്ലേ ഉള്ളൂ. സോ ആൻസർ ഈസ് 1 മീറ്റർ. മീറ്ററിൽ തന്നെ ഫോക്കൽ ലെങ്ത് എഴുതണം. ഫോക്കൽ ലെങ്ത് ഇതിൽ തന്നെ എഴുതണം, മീറ്ററിൽ തന്നെ ഫോക്കൽ ലെങ്ത് എഴുതണം. അടുത്തൊരു കാര്യം കൂടി പറയട്ടെ. പവർ +1 ഡയോപ്റ്റർ ആണെങ്കിൽ അത് ഏത് ലെൻസായിരിക്കും? ലളിതമായ കാര്യമല്ലടാ. എടാ പവർ എന്ന് പറഞ്ഞു വെച്ചാൽ 1/f ആണ്. അത് പോസിറ്റീവ് ആവണമെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കണം. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുന്ന ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസിലാണ് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുക. സോ ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. അതിലൊരു തർക്കം വേണ്ട. ഇവിടെ യൂസ് ചെയ്ത ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കും. റൈറ്റ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. നമുക്ക് നോക്കാം. ഫോക്കൽ ലെങ്ത് വന്നിട്ടുണ്ട് 30 ആണ്. ഇടതുഭാഗത്താണ്, കോൺകേവ് ആണ്. സോ -30. ഒബ്ജക്ട് ഡിസ്റ്റൻസ് -45. രണ്ടും ഞാൻ എഴുതുവാണ്. സോ F ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ U ഈക്വൽ ടു -45 സെൻറ്റിമീറ്റർ. റെഡി അല്ലേ? അടുത്ത എന്താണ് പിടിക്കുന്നത്? റൈറ്റ് ദ വാല്യൂ ഓഫ് U ആൻഡ് F യൂസിങ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ്. V കണ്ടുപിടിക്കാം. നിസ്സാരമായി കണ്ടുപിടിക്കാം. 1/f ഈക്വൽ ടു 1/v മൈനസ് എന്താണ്? 1/u ആണ്. എങ്കിൽ 1/v ഈക്വൽ ടു എന്ത് വരും? 1/f പ്ലസ് 1/u എന്ന് വരും. സോ V ഈക്വൽ ടു UF ഡിവൈഡഡ് ബൈ U പ്ലസ് F എന്ന് വരും. സോ V ഈക്വൽ ടു U എത്രയാണ്? U എന്ന് പറഞ്ഞു വെച്ചാൽ -45 ആണ്. സോ -45 ഇൻറ്റു -30 ഡിവൈഡ് ബൈ -45 -30 എന്ന് വരും. 45 ഇൻറ്റു 3 എത്രയാണ്?
135. സോ 1350 വരും. 1350 ഡിവൈഡഡ് ബൈ -75. സോ ഐ തിങ്ക് -18 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ ദ ഇമേജ് ഡിസ്റ്റൻസ് ഈസ് -18 സെൻറ്റിമീറ്റർ. നെഗറ്റീവ് തന്നെയാണ് വരിക. കാരണം ഒരു കോൺകേവ് ലെൻസിൽ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജാണ്? യെസ്, ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. അതൊരു മിഥ്യാപ്രതിബിംബമാണ്, ഇടതുഭാഗത്താണ് ഉണ്ടാവുക. സോ അവൻ്റെ വാല്യൂ മൈനസ് തന്നെയായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഉറപ്പിച്ച് വെക്കുക. ഇതിനപ്പുറം ഫോമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലുള്ള ചോദ്യങ്ങൾ വരില്ല. സോ ഈ പറയുന്ന ഫോമുലാസും ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് തന്നെ ചോദിക്കുമെന്നല്ല, ഇതേ വാല്യൂസ് വെച്ച് ചോദിക്കില്ല, മറിച്ച് വാല്യൂസ് മാറാം. പക്ഷെ കൺസെപ്റ്റ് ഇത് മാത്രം മതിയാവും. ഇതിനപ്പുറം കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലുള്ള ചോദ്യങ്ങൾ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. ഇത് പഠിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കാം മക്കളെ. ഇതിനപ്പുറം ഒന്നും വരില്ല. ഇനിയും പക്കാ ഫിസിക്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ.